മാമലകളായ ചെമ്പ്രയും വെള്ളരിമലകളും കാവൽ നിൽക്കുന്ന പുന്നപ്പുഴയുടെ തീരത്താണ് ചൂരൽമലയും മുണ്ടക്കയും. പ്രകൃതിരമണീയത നിറഞ്ഞു തുളുമ്പുന്ന ഗ്രാമീണതയുടെ ഹരിത സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി പേർ ഇവിടെ വന്നിരുന്നു. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളുമാണ് ചൂരൽമലയിലെ താമസക്കാരിലധികം. മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ഈ പാലം കടന്ന് വേണം പോകാൻ. വെള്ളാർമലയുടെ താഴത്തായി പുഴയുടെ ഓരം ചേർന്ന് ഹരിതാഭമായ ഒരു വിദ്യാലയം. ആ നാടിന് സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും പ്രകാശമെത്തിച്ച വിദ്യാലയം. മോളെ, മിന്നു എന്തിനാ കുരയ്ക്കുന്നേ നോക്ക്. ആ മലയെ നോക്കി വെറുതെ കുരയ്ക്കുന്നേ. മതി കളിച്ചത്, നല്ല മഴയാ. അകത്തേക്ക് കേറ്. വാ നമുക്ക് അകത്തേറ, നാളെ കളിക്കാം. പോയി പെട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ. നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണീന്ന് വെള്ളം ഒഴിക്കുക. ഇന്നും രക്ഷ തേടിയുള്ള കരച്ചിലുകളായിരുന്നു. ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. അഗ്നിശമന സേന, പോലീസ്, വനം വിഭാഗങ്ങളെത്തി കാട്ടുവഴികളിലൂടെ രക്ഷാപ്രവർത്തനം തുടങ്ങി. വലിയ ശബ്ദത്തോടെ കല്ലും പാറയും വെള്ളവും വീടുകളുടെ മുകളിലേക്ക് പതിക്കാൻ തുടങ്ങി. നിരവധി കെട്ടിടങ്ങളും വീടുകളും നിലംപൊത്തി. പലരും എന്തു ചെയ്യണമെന്നറിയാതെ നടുങ്ങി. സ്ത്രീകളും കുട്ടികളുമടക്കം വീടുകളുടെ മുകളിലേക്കും ഉയർന്ന പ്രദേശത്തേക്ക് മൂടിക്കയറി. വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിന്റെ ഏതാനും ഭാഗമൊഴികെ എല്ലാം തകർന്നിരുന്നു. ചൂരൽമല മുണ്ടക്കൈ റോഡും പാലവും പൂർണ്ണമായും തകർന്നു. മരവും കല്ലും പാറയും വന്നടിഞ്ഞത് രക്ഷാപ്രവർത്തനത്തിനെ ബാധിച്ചു. ചാലിയാറിലൂടെ 30 കിലോമീറ്ററിലധികം ഒഴുകിയാണ് പല മൃതദേഹങ്ങളും കരയ്ക്കടിഞ്ഞത്. ബേലി പാലം അതിവേഗം കരസേന പൂർത്തിയാക്കി.
കൂരിരുൾ കുത്തിയൊലിച്ചുപോയി. മടുക്കാതെ ഈ പുഴ. ആ മലയെ നോക്കി വെറുതെ കുറയ്ക്കുന്നേ. പ്രിയപ്പെട്ടവരൊരുമിച്ച് മണ്ണിലേക്കൊരു മടക്കം. केरल सरकार के साथ भारत सरकार खड़ी रहेगी और मैं नहीं मानता हूं कि धन के अभाव में यहां कोई काम रुकेगा. जहां तक जानहानि हुई है, I remember what I felt when my father died, and here people have not just lost a father, they've lost the whole family, entire family, brother, sister, mother, father. So I know what I felt. വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ്. കൂടുതൽ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ നിന്നും വീണ്ടെടുക്കാം വയനാടിനെ. Can we please request everyone to stand up to observe a minute of silence? Thank you, everyone. Please be seated.